കേരളത്തിൽ ഇന്നുവരെ ദേശീയ ചിന്താധാരയുള്ള ആളുകളുടെ ശബ്ദം സഭയിൽ മുടക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. നാടിന്റെ താല്പര്യങ്ങളും ജനങ്ങളുടെ താല്പര്യങ്ങളും പരിഗണിക്കുന്നതിന് പകരം പാർട്ടി താല്പര്യങ്ങളും പാർട്ടിക്കാരുടെ താല്പര്യങ്ങളും മാത്രം പരിഗണിക്കുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അയച്ച സംഘത്തിൽ ഞാൻ പോയിരുന്നു. അന്ന് എനിക്കും അക്രമം നേരിടേണ്ടി വന്നിരുന്നു. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വിജയിച്ചിരിക്കുന്നു. ഇതിൽ കഴക്കൂട്ടത്തു നിന്നും താമര വിരയിച്ച ശ്രീ V മുരളീധരൻ നമ്മോടൊപ്പം ചേരുകയാണ്. മുരളിയേട്ട, ആദ്യമായി അഭിനന്ദനങ്ങൾ. അതോടൊപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ചരിത്ര നിമിഷമാണ്. ബംഗാളിൽ BJP സത്യപ്രതിജ്ഞ ചെയ്ത് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? ബംഗാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനസംഘത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ഒരു സംസ്ഥാനമാണ്. കാരണം ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മസ്ഥലമാണത്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിയുടെ, മഹാനായിട്ടുള്ള വ്യക്തിയുടെ ജന്മസംസ്ഥാനം, ആ സംസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരുടെയും രാജ്യദ്രോഹ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നവർക്കുമൊക്കെ താവളമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് മമതാ ബാനർജിയുടെ കീഴിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭയരഹിതമായിട്ടുള്ള ബംഗാൾ, അങ്ങനെ ഒരു ബംഗാൾ സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ മത്സരിച്ചത്. ബംഗാളിലെ ജനങ്ങൾ അതിന് അകമഴിഞ്ഞ പിന്തുണ നൽകി. മമതാ ബാനർജിയുടെ മാത്രമല്ല, എക്സിറ്റ് പോളുകാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് 200-ലധികം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ബംഗാളിലെ ജനങ്ങൾ നൽകി. തീർച്ചയായിട്ടും അത് ആ ജനവിധി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ശ്രീ സുവേന്ദു അധികാരി. അദ്ദേഹം കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ച ആളാണ്. അതിനുശേഷം മമതാ ബാനർജി ജനാധിപത്യ മര്യാദകൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പരാജയപ്പെട്ട മുഖ്യമന്ത്രി വേറെ സ്ഥലത്ത് പോയി MLA ആയതിനു ശേഷമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ബംഗാളിൽ ഭരണം നടത്തിയത്. ഈ തവണ നന്ദിഗ്രാമിൽ നിന്ന് മാറി ഭവാനിപ്പൂരിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഭവാനിപ്പൂരിൽ പോയി സുവേന്ദു അധികാരി മമതാ ബാനർജിയെ നേരിട്ടു. അവിടെയും മമതാ ബാനർജി പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവുള്ള, ബംഗാളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, ബംഗാളിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മുഖ്യമന്ത്രി ബംഗാളിന് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ മഹത്തായിട്ടുള്ളൊരു ചരിത്രം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിട്ട് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ് കൽക്കട്ട. ആ കൽക്കട്ട പക്ഷെ ഇന്ന് അങ്ങേയറ്റം തകർന്നടിഞ്ഞ ഒരവസ്ഥയിലാണ്. ബംഗാളികൾ തൊഴിലിനു വേണ്ടി കൂട്ടത്തോടുകൂടി പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിലെല്ലാം മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു സുവർണ ബംഗാൾ, സോനാർ ബംഗ്ല സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സുവേന്ദു അധികാരി ഇന്ന് ചുമതലയേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ ഇത്തവണ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ SIR, അതുപോലെ തന്നെ കേന്ദ്രസേനയുടെ വിന്യാസം, ഇതെല്ലാം തന്നെ നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ സഹായിച്ചിരുന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന സംഭവങ്ങളും ഒക്കെ നേരിട്ട് അനുഭവിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അയച്ച സംഘത്തിൽ ഞാൻ പോയിരുന്നു. അന്ന് എനിക്കും അക്രമം നേരിടേണ്ടി വന്നിരുന്നു.
അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മിഡ്നാപൂർ കേന്ദ്രമാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ 6 ലോക്സഭാ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലെ പ്രവർത്തനം നേരിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ബംഗാളില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് ഉണ്ടായ ഒരു ക്രിമിനലിസത്തിന്റെ അതിപ്രസരം അത് തൃണമൂലിന്റെ കാലത്ത് തുടർന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തണലിലാണ് നടന്നതെങ്കിൽ തൃണമൂലിന്റെ കാലത്ത് തൃണമൂലിന്റെ തണലിൽ നടന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്. രണ്ടാമത്തെ കാര്യം, അതിർത്തി രാജ്യം എന്നുള്ളത്, അതിർത്തി സംസ്ഥാനം എന്നുള്ള നിലയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള വളരെ വ്യാപകമായിട്ടുള്ള നുഴഞ്ഞുകയറ്റം, ആ നുഴഞ്ഞുകയറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. ആ നുഴഞ്ഞുകയറ്റക്കാരുടെ പിൻബലത്തിൽ അവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടാണ് മമതാ ബാനർജി ദീർഘകാലം ആ സംസ്ഥാനം ഭരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആരും തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് SIR നടപ്പിലാക്കിയത്. അത് തീർച്ചയായിട്ടും ബംഗാളിൽ നീതിപൂർവകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കി എന്നുള്ള കാര്യവും നമുക്ക് നിസ്സംശയം പറയാം. ഈ ബംഗാളിൽ 3-ൽ നിന്ന് 77-ലേക്ക്, അവിടെ നിന്നാണ് 207-ലേക്ക് വന്നത്. ആ 3 എന്നൊരു തുടക്കം ഇന്നിപ്പോൾ കേരളത്തിൽ സംജാതമായിരിക്കുകയാണ്. അത് ബംഗാളിന്റെ പാതയിലേക്ക് കേരളവും പോകുമെന്ന സൂചനയാണോ? തീർച്ചയായിട്ടും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരു സദ്ഭരണം കാഴ്ചവെക്കാൻ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള ആശയം പ്രാവർത്തികമാക്കുന്ന ഒരു ഭരണ മാതൃക, ആ ഭരണ മാതൃക ഉണ്ടാവണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് ബംഗാളാണെങ്കിൽ നാളെ കേരളത്തിൽ വരും. ഇപ്പോ BJPയുടെ MLA-മാരുടെ സഭയിലേക്കുള്ള രംഗപ്രവേശം എങ്ങനെയാണ് സഭാരീതികളെ മാറ്റിമറിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഇന്നുവരെ ദേശീയ ചിന്താധാരയുള്ള ആളുകളുടെ ശബ്ദം സഭയിൽ മുടക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. നാടിന്റെ താല്പര്യങ്ങളും ജനങ്ങളുടെ താല്പര്യങ്ങളും പരിഗണിക്കുന്നതിന് പകരം പാർട്ടി താല്പര്യങ്ങളും പാർട്ടിക്കാരുടെ താല്പര്യങ്ങളും മാത്രം പരിഗണിക്കുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനു പകരം നാടിന്റെ താല്പര്യങ്ങളും ജനങ്ങളുടെ താല്പര്യങ്ങളും പരിഗണിക്കുന്ന, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന, അതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാ പ്രവേശത്തിലൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം അന്വേഷണം പാതി വഴിയിലാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാർ സഭയിൽ എടുക്കാൻ പോകുന്ന ഒരു മുൻഗണനാ ലിസ്റ്റിൽ അത് പെടുമോ? തീർച്ചയായിട്ടും ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങളുണ്ട്, അതെല്ലാ വിഷയങ്ങളും അതിലുണ്ട്.